ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്നേ നല്ല പഞ്ഞി പോലത്തെ സോഫ്റ്റായിട്ടുള്ള അപ്പമാണ് ഉണ്ടാക്കുന്നത്. അതായത് പെട്ടെന്ന് ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ നമ്മൾ തീരുമാനിച്ചു അപ്പം തന്നെ ഉണ്ടാക്കാൻ പോവുകയാണ് ഈ അപ്പം. നമ്മൾ റവ കൊണ്ടാണ് ഈ അപ്പം ഉണ്ടാക്കുന്നത്. മെയിൻ ഇൻഗ്രീഡിയൻറ്റ് റവയാണ്. ആദ്യം തന്നെ ഒരു 1.5 കപ്പ് റവ ഞാൻ ആ മിക്സിയുടെ വലിയ ജാറിലേക്കാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരു 1/4 കപ്പ് മൈദ കൂടെ ചേർക്കുന്നു. ഇനി അതിലേക്ക് 2 ടീസ്പൂൺ പഞ്ചസാര ചേർക്കുവാണേ. ഒരു ടീസ്പൂൺ ഈസ്റ്റ് കൂടെ അതിലേക്ക് ചേർക്കുവാണ്. ഇനി നമ്മൾ പതുക്കെ ഇതെല്ലാം കൂടെ ഒന്ന് ഇങ്ങനെ ചെറുതായിട്ട് മിക്സ് ചെയ്യുവാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കണം. വെള്ളം ഓരോരുത്തരും ഒഴിച്ച് നോക്കിയിട്ട് പറയണം, അല്ലാതെ എനിക്കൊരു കണക്ക് പറയാനായിട്ട് പറ്റത്തില്ല. നമ്മളത് ഒഴിച്ച് പതുക്കെ കുറേശ്ശെ ഒഴിച്ച് നോക്കണം. പിന്നെ ഒരു പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് ഒരു ഇളം ചൂടുള്ള വെള്ളമായിരിക്കണം. വളരെ തണുത്ത വെള്ളമാവരുത്, ഭയങ്കര തിളച്ച വെള്ളവും ആകരുത്. എന്നിട്ടതൊന്ന് മിക്സിയിൽ അടിച്ച് ഈ ഒരു രീതിയിൽ ആക്കിയെടുക്കണം. അതിനനുസരിച്ച് വെള്ളം ചേർക്കുകയാണ് വേണ്ടത്. അങ്ങനെ ഇളം ചൂടുള്ള വെള്ളം ചേർത്ത് ആ മിക്സിയിലൊന്ന് കറക്കി അത് കലക്കി വെക്കുക. അരമണിക്കൂർ നമ്മളതൊന്ന് അടച്ചു വയ്ക്കുക. അരമണിക്കൂർ കഴിഞ്ഞ് നമ്മളതിൻ്റെ മൂടി തുറന്ന് നോക്കുമ്പോൾ അത് നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ടെന്ന് മനസ്സിലാവും. അന്നേരം നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കാം. എന്നിട്ടൊന്ന് ഇളക്കുക. നോക്കുക, അത് കണ്ടാൽ തന്നെ അറിയാം അത് പതഞ്ഞ് പൊങ്ങിയിട്ടുണ്ട്. വെറും അരമണിക്കൂർ മാത്രമേ നമ്മളിങ്ങനെ അടച്ചു വെച്ചിട്ടുള്ളൂ. ഇതിൽ വേറെ തേങ്ങയോ മറ്റൊന്നും ചേർത്തിട്ടില്ല. ഇനി നമുക്ക് അത് ചുട്ടെടുക്കാം. വല്ലാതെ കട്ടി തോന്നിയാൽ കുറച്ച് വെള്ളം വേണമെങ്കിൽ ചേർക്കാം. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ കൺവീനിയൻസിനനുസരിച്ച് നമുക്ക് ചെയ്യാം. അതിങ്ങനെ പരത്തി കഴിയുമ്പോൾ ഹോൾസൊക്കെ ഉണ്ടാവും. ആ സമയത്ത് നമുക്കതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഈ അപ്പം റെഡി ആയിട്ടുണ്ട്. നമുക്കത് പതുക്കെ ആ കല്ലിൽ നിന്ന് എടുക്കാം. കണ്ടോ, നല്ല പഞ്ഞി പോലെയാണ് ഈ അപ്പം. വീണ്ടും ഞാനിവിടെ അടുത്ത അപ്പം റെഡിയാക്കുവാണ്. അതേ രീതിയിൽ തന്നെ കണ്ടോ, അത് നല്ല ചൂടായ കല്ലിലേക്ക് നമ്മളത് ഇട്ട് കഴിയുമ്പോൾ തന്നെ അതിലിങ്ങനെ ഹോൾസൊക്കെ രൂപമാവും. അത് കഴിയുമ്പോൾ നമ്മളത് പതുക്കെ മൂടി വെച്ച് വേവിച്ചെടുത്താൽ മതി. ഒരു സൈഡ് ഇങ്ങനെ വേവിച്ചെടുത്താൽ മതി. വേണമെന്നുണ്ടെങ്കിൽ ദോശയുടെ പോലെ തിരിച്ചും മറിച്ചുവിട്ടും എടുക്കാം. അങ്ങനെ നമ്മുടെ ആ മാവ് മുഴുവനും ഞാനിങ്ങനെ ചുട്ടെടുത്തിട്ടുണ്ട്. നമുക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, കണ്ടില്ലേ, വളരെ പഞ്ഞി പോലെയാണ് ഇരിക്കുന്നത്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ്. നമ്മളിതിൽ തേങ്ങയോ അരിയോ ഒന്നും ചേർത്തിട്ടില്ല, ചോറും ചേർത്തിട്ടില്ല. റവയും കുറച്ച് മൈദയും മാത്രമാണ് ചേർത്തിട്ടുള്ളത്. ഈസ്റ്റ് ചേർത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് പെട്ടെന്ന് തീരുമാനിച്ച് ഒരു അപ്പം വേണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി. അരമണിക്കൂറിനുള്ളിൽ തന്നെ നമ്മൾ ജസ്റ്റ് കുഴച്ച് വെച്ച് കറിക്കുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ ഇത് റെഡിയായി വരും. തലേദിവസം നമുക്കൊന്നും ചെയ്യേണ്ട കാര്യമില്ല. താങ്ക് യു.